തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ വെച്ചുണ്ടായ വാക്പോരിന് പിന്നിൽ എന്താണ്? ആരാണ് യഥാർത്ഥ കുറ്റക്കാർ? കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഡ്രൈവർ മേയർ ആര്യ രാജേന്ദ്രനോടും കുടുംബത്തോടും കയർക്കുന്ന ദൃശ്യങ്ങളാണ്. എന്നാൽ മേയറെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പുതിയ വീഡിയോ. മേയർ സഞ്ചരിച്ച കാർ ബസ്സിന് കുറുകെയിട്ടത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതിന് പിന്നാലെ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചതായും തനിക്കും ബന്ധുവായ യുവതിക്കുമെതിരെ അശ്ലീല ആംഗ്യം കാണിച്ചെന്നും ഉന്നയിച്ച് പുതിയ വാദവുമായി മേയർ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഡ്രൈവർ യദുവിനെതിരെ പോലീസ് കേസെടുക്കുകയും KSRTC ജോലിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. എന്നാൽ സർവീസ് തടസ്സപ്പെടുത്തുകയും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത മേയർക്കെതിരെ യാതൊരു നടപടിയുമില്ല. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ മേയറെ പ്രതിരോധത്തിലാക്കുന്നതാണ് പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ. ആര്യയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ സീബ്ര ലൈനിൽ നിർത്തി ബസ് തടഞ്ഞതാണെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതേസമയം വാഹനത്തിന് സൈഡ് തരാത്തതുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമായി വിഷയത്തെ കാണരുതെന്ന് മേയർ പറഞ്ഞു. ഡ്രൈവർ മോശമായാണ് സംസാരിച്ചത്. ലഹരി ഉപയോഗിച്ചിരുന്ന ഡ്രൈവർ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു. പോലീസ് എത്തിയപ്പോൾ മാത്രമാണ് ഡ്രൈവർ മാന്യമായി സംസാരിച്ചത്. ഇയാൾക്കെതിരെ മുമ്പ് മോശം ഡ്രൈവിംഗിന്റെ പേരിൽ കേസുകളുണ്ടെന്നും മേയർ പറയുന്നു. ഇത് റോഡ് സൈഡ് തരാത്തൊരു പ്രശ്നമൊന്നുമല്ല, അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ഭാഗവുമല്ല ഈ വിഷയം എന്നുള്ളത്. അദ്ദേഹം കാണിച്ചിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഈ വിഷയം ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ പരാതിയിൽ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട്, എന്നെ കാറിലിരുന്ന എന്നെയും എൻ്റെ സഹോദരൻ്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചതുകൊണ്ടാണ്, ലൈംഗിക ചുവയോടുകൂടി അസഭ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ അദ്ദേഹം വാഹനം ഓടിക്കുകയും ചെയ്തതുകൊണ്ടാണ് എൻ്റെ പരാതി. അല്ലാതെ സൈഡ് തരാത്തൊരു പ്രശ്നമേ അല്ല. ഡ്രൈവർ ഞങ്ങളോട് ഷൗട്ട് ചെയ്യുകയും അദ്ദേഹം ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷം പുറത്തു കളയുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും തന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടില്ലെന്നുമാണ് ഡ്രൈവർ യദുവിന്റെ വിശദീകരണം. സംഭവത്തിൽ KSRTCയും അന്വേഷണം നടത്തിവരുന്നു. ബസ്സിലെ യാത്രക്കാരുടെ മൊഴി KSRTC എടുത്തിട്ടുണ്ട്. ഡ്രൈവർക്കെതിരായ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. അതേസമയം ട്രിപ്പ് മുടക്കിയെന്നാരോപിച്ച് ഡ്രൈവർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.